കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, കാസർഗോഡ് 2 സീറ്റുകളാണ് യുഡിഎഫിന് ലഭിച്ചത്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ 3 എണ്ണം എൽഡിഎഫിന്റെ കൂടെ നിന്നു. ഇത്തവണ തീവാറുന്ന പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് മഞ്ചേശ്വരമൊക്കെ. അതേപോലെ തൃക്കരിപ്പൂരൊക്കെ അത്തരത്തിലുള്ളതാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞത് 100+ന് ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണമുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. കാസർഗോഡ് എന്താ സംഭവിക്കുക? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പറയുന്നതാണ്. കണക്കുകൾ പഠിച്ച്, അടിത്തട്ടിൽ പഠിച്ച് കൃത്യമായി, അതല്ലാതെ ഒരു അക്ഷരം അധികം പറയുന്നതല്ല. പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു 100+ എന്നാണ് പറഞ്ഞത്. ഇത്തവണ 140 സീറ്റ് 100+ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അതിൽ കാസർഗോഡേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഉദുമ, തൃക്കരിപ്പൂരാണ്. ഈ 5 എണ്ണത്തിൽ എല്ലാ ചാനലുകളും പറയുന്നത് ഈ 5 സീറ്റിൽ 1 സീറ്റ് മാത്രമാണ് യു ഡി എഫിന് കിട്ടുക, ബാക്കി 1 സീറ്റ് ബി ജെ പി കിട്ടും, ബാക്കി 3 സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്നാണ്. ഇപ്പോൾ വന്ന സർവേകളൊക്കെ മാതൃഭൂമി മനോരമ, അതേപോലെ ബിഗ് ടി വി, അവരൊക്കെ സർവേകളിൽ നിന്ന് അങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സി പി എമ്മിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പൈസ കൊടുത്തിട്ട് ചെയ്യിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കാരണം അവർ 3000 കോടി രൂപയാണ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സി പി എം ഇത്തവണത്തെ ഇലക്ഷന് വേണ്ടി. അതിൽ ഈ ചാനലുകളെയൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണായുധമായി ഉപയോഗിക്കാൻ കോടികളാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ അതിൽ നിന്ന് വിട്ടിട്ട് സി പി എം തന്നെ നടത്തിയ ഒരു സർവേ ഉണ്ട്. ആ സർവേൻ്റെ വിവരങ്ങളാണ് എനിക്ക് സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവ് എനിക്ക് ചോർത്തി തന്നത്. അതിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത്. ഇതിൽ കാസർഗോഡെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് മിനിമം 15,000-ൽ മേതെ വോട്ടിന് യു ഡി എഫ് വിജയിക്കുമെന്നാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000-ൽ മേതെ വോട്ടിനാണ് അവിടെ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളത് ശരിയാണ്. എസ് ഡി പി ഐ മാറ്റി കുത്തിയാൽ പോലും, പിന്നെ ബി ജെ പി സി പി എം ഡീലുണ്ടെങ്കിൽ പോലും ബി ജെ പിയിനുള്ളിൽ വലിയ വിള്ളലാണ് കാസർഗോഡ് ഉള്ളത്. അശ്വിനി കുമാരി എന്ന് പറയുന്ന ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പരസ്യമായി ഡിക്ലെയർ ചെയ്തിട്ടാണ് സുരേന്ദ്രൻ കൂടെ വരണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 20,000-ൽ മേലെ വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന് 20,000-ൽ മേലെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ അവിടുന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേ പ്രകാരം അവിടെ യു ഡി എഫ് വിജയിക്കും എന്ന് 100% വിളിച്ച് പറയാവുന്ന മണ്ഡലമാണ്. അവിടെ ബി ജെ പി വിജയിക്കില്ല. രണ്ടാമത്തെ മണ്ഡലം കാസർഗോഡാണ്. കാസർഗോഡ് അവിടെ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അവിടുത്തെ പറ്റി ആർക്കും ഒരു സർവേയിലും അല്ലാന്ന് പറഞ്ഞിട്ടില്ല. കാസർഗോഡ് യു ഡി എഫ് വിജയിക്കും, 2ാം സ്ഥാനത്ത് ബി ജെ പി ആയിരിക്കും, 3ാം സ്ഥാനത്ത് സി പി എം ആയിരിക്കും. അവിടെ ഒരു അട്ടിമറിയൊന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. 3ാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഉദുമ. അവിടെ സി എച്ച് കുഞ്ഞമ്പുവാണ് കഴിഞ്ഞ വർഷം വിജയിച്ചത്. അദ്ദേഹം ചെറിയ വോട്ടിനൊന്നുമല്ല, 13,322 വോട്ടിനാണ് ജയിച്ചത്. എന്നാൽ ഇത്തവണ അവിടെ കടുത്ത മത്സരമാണ്. ഈ സി പി എമ്മിൻ്റെ തന്നെ സർവേയിൽ സി പി എമ്മിനെ കണ്ടെത്തിയ കാര്യങ്ങളിൽ അവിടെ ഈക്വൽ ഫൈറ്റാണ് നടക്കുന്നത്. സി പി എമ്മും യു ഡി എഫും തമ്മിൽ ഈക്വൽ ഫൈറ്റാണ്. ചിലപ്പോൾ അവിടെ യു ഡി എഫ് വിജയിക്കോ ജയിക്കില്ലേ നമുക്കറിയില്ല എന്നാണ്. അങ്ങനെ ഒരു മത്സരമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ ചാനലുകളും പറഞ്ഞിരിക്കുന്നത് അവിടെ എൽ ഡി എഫ് വിജയിക്കുമെന്നാണ്. നമ്മൾ അതേപോലെ കാഞ്ഞങ്ങാടേക്ക് ജയിക്കുമ്പോൾ എല്ലാ ചാനലുകളും അതേപോലെ സി പി എമ്മിൻ്റെ സർവേയിലും പറഞ്ഞിരിക്കുന്നത് അവിടെ സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കും തന്നെയാണ്. അവിടെ എൽ ഡി എഫ് വിജയിക്കുക, അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാൽ തൃക്കരിപ്പൂരിലേക്ക് വരുമ്പോൾ അവിടെ ഭയങ്കര അട്ടിമറി നടക്കുന്നു. അവിടെ കഴിഞ്ഞ വർഷം 26,137 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉള്ളത്. എന്നാൽ കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷന് 13,000 വോട്ടിന്റെ ഭൂരിപക്ഷം രാജ്മോഹൻ ഉണ്ണിത്താന് കൊടുത്തിട്ടുണ്ട്. ഇത്തവണ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളത്. എന്നാൽ സന്ദീപ് വാര്യർ വന്നതോടുകൂടി അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഷാഫി പറമ്പിൽ വന്നപ്പോൾ 10,000-ങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയിട്ടുള്ളത്. ഈ ഇവരുടെ സി പി എമ്മിൻ്റെ സർവേ പ്രകാരം അവിടെ സി പി എം തോൽക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയറായി തോൽക്കുന്ന മണ്ഡലമായിട്ട് തൃക്കരിപ്പൂരിനെ മാറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു. സന്ദീപ് വാര്യർ വിജയിക്കുമെന്നാണ് സി പി എം സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ സർവേയിലും അവിടെ യു ഡി എഫ് തോൽക്കുമെന്നാണെങ്കിൽ ഇവർ കൃത്യമായി അടിത്തട്ടിലടക്കം ഒഴുക്കറിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ
UDF 3 സീറ്റിലും ഉം. ഒരു സീറ്റിൽ LDFും ഉം. ഒരു സീറ്റിൽ ഈക്വൽ ഫൈറ്റുമാണ് കാസർഗോഡുള്ളതെന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പം എന്താണ് രണ്ട് സ്ഥലങ്ങൾ ഇപ്പം മഞ്ചേശ്വരം ആയിക്കോട്ടെ, തൃക്കരിപ്പൂർ ആയിക്കോട്ടെ. തൃക്കരിപ്പൂര് എന്താണ് EMS നമ്പൂതിരിപ്പാട്, O ഭരതൻ, അതേപോലെ വലിയ വലിയ നേതാക്കൾ. പൊന്നാപുരം കോട്ടയാണ് ഇടതിൻ്റെ തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. നേരത്തെ അത് നീലേശ്വരം എന്നുള്ളതായിരുന്നു ആ മണ്ഡലം. അപ്പോൾ അത് മാറി. അപ്പോൾ അവിടെ ശരിക്കും സന്ദീപ് വാര്യർ വിജയിക്കുകയാണെങ്കിൽ അതൊരു ഗംഭീര നേട്ടമായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചോളൂ. അത് സംഭവിക്കുമോ? അതായത് ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തോറ്റ ചരിത്രം ഇന്ത്യയിലുണ്ട്. ഉം. പിന്നെ 1977 120 സീറ്റുകളിൽ CPM തകർന്നടിഞ്ഞത് ചരിത്രമുണ്ട്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം മാതൃഭൂമി സർവേ പ്രകാരം 57%. 57% ഇതുണ്ടാകുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണത്തിന് അനുകൂലമായി 37% ഉള്ളൂ. 57% എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സീറ്റിൽ പിന്നെ LDF വിജയിക്കും. എന്നിട്ട് അവർ 74-75 സീറ്റിൽ UDF LDF വിജയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ സർവേ തന്നെ പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 57% ആളുകൾ മാറി ചിന്തിക്കുന്നെങ്കിൽ എവിടെയാണ് LDF വിജയിക്കാൻ പോണത്? തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിലും കളിപ്പറമ്പിലും ഉണ്ടായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള വലിയ വിള്ളൽ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ് ഇവിടെ തൃക്കരിപ്പൂരിൽ. അത് നിർബന്ധമായിട്ടും പിന്നെ സന്ദീപ് വാര്യരുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നേട്ടങ്ങൾ, അദ്ദേഹം ഇറങ്ങിയ മുതൽക്കുള്ള പ്രവർത്തന മികവ് അദ്ദേഹത്തിന് വല്ലാതെയുണ്ട്. അത് അവിടുത്തെ ജനക്കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേ 100% സത്യമാവാനാണ് സാധ്യത. പിന്നെ മഞ്ചേശ്വരത്ത് പലരും പറയുന്നുണ്ട് സുരേന്ദ്രൻ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അടിത്തട്ടിലുള്ള റിപ്പോർട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടേതാണ്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് UDF വിജയിക്കും. അവിടെ AK അഷറഫ് ആണ് സ്ഥാനാർത്ഥി, അദ്ദേഹം വിജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ AK അഷ്റഫ് നേടിയത് 65,858 വോട്ടാണ്. സുരേന്ദ്രൻ 65,745 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിലായിക്കോട്ടെ, തദ്ദേശ 40ഓളം വോട്ട് ഇതുണ്ട്, CPIക്ക് ഉണ്ട്, CPM-നുണ്ട്. അതെ അതെ അതായത് അതായിക്കോട്ടെ, അവിടെ ഉള്ള ഒരു ഇത് എന്താ വെച്ചാൽ അവിടെ BJPക്ക് ഉള്ളിൽ വലിയ വിള്ളലാണ്. CPM-ന്റെ അണികൾക്കുള്ളിൽ ഇതേപോലെ തൃക്കരിപ്പൂരും തട്ടപ്പടിയുള്ള വിള്ളലുണ്ട്. ഈ വോട്ടുകളൊക്കെ അവർ രഹസ്യധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണയും CPM-നെ കൊണ്ട് അവിടെ സുരേന്ദ്രൻ അനുകൂലമായി വോട്ട് ചെയ്യിക്കാൻ ശ്രമിച്ചെങ്കിൽ പരാജയപ്പെട്ടു. ഇത്തവണയും അങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ CPM-ന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് വന്നാൽ CPM-കാർ പോയിട്ട് ആർക്ക് വോട്ട് ചെയ്യും? AK അഷ്റഫിന് വോട്ട് ചെയ്യും. സുരേന്ദ്രൻ വോട്ട് ചെയ്യില്ല. കാരണം CPM-കാർ അത്രയും BJPക്കെതിരാണ്. BJP അണികൾ BJPക്കെതിരാണ്. കാരണം ഇത്തവണ ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധത്തിൽ UDF ആണ് വിജയിക്കാൻ സാധ്യതയുള്ളത് എന്നുകൊണ്ട് BJPയിലെയും CPM-ലെയും സാധാരണ പ്രവർത്തകർ പോലും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്നുള്ള പാറ്റേണാണ് വന്നിരിക്കുന്നത്. അത് ഭരണവിരുദ്ധ വികാരം അങ്ങനെയാണ് 57% എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ രാഹുൽ ഗാന്ധി, ഞാനത് സുരേന്ദ്രനും CPM-മാർ വോട്ട് ചെയ്യുമെന്ന് പറയാൻ കാരണം രാഹുൽ ഗാന്ധി അടക്കം പറയുന്നത് CJP ഡീലിനെ കുറിച്ചാണ്. ആ ഡീൽ ഉണ്ടെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തവണ BJPയുടെ സഹായത്തോടുകൂടിയാണല്ലോ CPM വിജയിച്ചത്. അത് വളരെ ക്ലിയർ ആണ് കണക്കിൽ. ഇവിടെ ഇതേ സമയത്ത് BJPക്ക് അനുകൂലമായി CPM വോട്ട് ചെയ്ത സ്ഥലമാണ് സുരേന്ദ്രന്. അതുകൊണ്ടാണല്ലോ 20,000 വോട്ടുള്ള വ്യത്യാസം അങ്ങനെ ഉണ്ടായത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഭരണവിരുദ്ധ വികാരം അത് ആരാണ് ജയിക്കാൻ സാധ്യതയുള്ളത്? UDF ആണ്. BJPക്കാരടക്കം ജയിക്കാൻ സാധ്യതയുള്ള, കേരളത്തിൽ ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളത് പിണറായി ഭരണം അവസാനിപ്പിക്കാൻ BJPയും CPM-ന് അണികളും വോട്ട് ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത. അതാണ് CPM ഈ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്.